ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോൺ യൂസ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് എല്ലാം ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ വരുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം പോകേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന ഈ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനിലാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ മെയിൻ സ്ക്രീനിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ. അതിനാൽ തന്നെ ഇത് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇത് മുകളിലെ ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ബാക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മെയിൻ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു സർക്കിൾ ഐക്കൺ കാണാം. അതായത് ഒരു ഡോട്ടായി അതിന് പുറത്തായി ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഐഫോണിൽ സ്ക്രീൻ റെക്കോർഡ് എല്ലാം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഹോം പേജിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ക്രീൻ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അവസാനത്തിൽ ഇവിടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ഐഫോണിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽ എല്ലാം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കെല്ലാം ഇതുപോലെ ഈ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് ഇവിടെ ഒരു റെഡ് ഐക്കൺ വന്നിരിക്കുന്നത്. ഈ ടൈമിന് മുകളിലായിട്ടാണ് ഈ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത്. ഇത് സ്ക്രീൻ റെക്കോർഡ് ആവുന്നത് കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ വീണ്ടും ഡ്രാഗ് ചെയ്ത് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ റെഡ് കളർ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു തവണ കൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ റെക്കോർഡിംഗ് ഇപ്പോൾ ഓഫാകും. ഇവിടെ മുകളിലായി സ്ക്രീൻ റെക്കോർഡിംഗ് സേവ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ ഇവിടെ ഫോട്ടോസ് എന്നതിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇത് ഇവിടെ പ്ലേ ആകുന്നുണ്ട്. എന്നാൽ നമുക്കിവിടെ സൗണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് സൗണ്ടോട് കൂടി സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി വീണ്ടും നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഓപ്ഷനിൽ ചെറുതായി ടാപ്പ് ചെയ്യുന്നതിന് പകരം കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ മൈക്രോഫോൺ ഓഫ് എന്ന് കാണാം. മൈക്രോഫോൺ ഓഫ് ആയതിനാലാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ സൗണ്ട് ഒന്നും ലഭിക്കാതിരുന്നത്. എന്നാൽ ഇനി ഇവിടെ ടാപ്പ് ചെയ്ത് മൈക്രോഫോൺ ഓൺ എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിനൊപ്പം ഓഡിയോ കൂടി റെക്കോർഡാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡിംഗ് എന്നതിൽ പോവാം. ഓഡിയോ കൂടി റെക്കോർഡാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിൽ ഓഡിയോ കൂടി വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിലാണ് നമ്മൾ ഐഫോണിൽ ഓഡിയോട് കൂടിയും ഓഡിയോ ഇല്ലാതെയും സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്